നമസ്കാരം. 3000 പേരെ പങ്കെടുപ്പിച്ച് ആഗോള അയ്യപ്പ സംഗമം നടത്തുന്ന പിണറായി സർക്കാർ അതിന്റെ പ്രചാരണത്തിന് ഉപയോഗിക്കുന്ന ലോഗോയും ക്ഷണപത്രത്തിലെ വിശദീകരണ വാക്യങ്ങളും ചർച്ചയാകുന്നു. ലോഗോ പറയുന്നതെന്ത്, വാക്യം കൊണ്ട് പറയുന്നതെന്ത് എന്ന ചോദ്യവും കൃത്യമല്ലാത്ത ഉത്തരവുമാണ് ചർച്ച. കറുത്ത അയ്യപ്പൻ, കാവ്യ പശ്ചാത്തലം, മടക്കി കിടത്തിയ കാവിക്കൊടി, തത്വമസി എന്നിവയാണ് ലോഗോയിൽ. ഒരു വശത്ത് ശബരിമലയിലെ ശ്രീകോവിലിന്റെ ആകാശ ചിത്രവും ചാരനിറത്തിലുണ്ട്. അവിടെയാണ് ആഗോള സംഗമം എന്ന എഴുത്ത്. അയ്യപ്പ ഭക്തർ കറുപ്പുടുക്കുമെങ്കിലും നീലയാണ് അയ്യപ്പസ്വാമിയുടെ വർണ്ണസങ്കല്പം. ശനിദേവൻ കൂടിയായ അയ്യപ്പനെ നീലാചന സമപ്രഭനായാണ് വർണ്ണിക്കുന്നത്. ഭസ്മാഭിഷേകവും കളഭാഭിഷേകവും പ്രിയമുള്ള ഭഗവാനെ അരുണഭാസുരനായി ഹരിവരാസനത്തിൽ വർണ്ണിക്കുന്നുണ്ട്. പക്ഷെ അയ്യപ്പനെ കറുപ്പസ്വാമിയാക്കിയത് അവിവേകമാണ്. കാരണം കറുപ്പസ്വാമിയും കറുപ്പായി അമ്മയും അയ്യപ്പന്റെ പരിവാരമൂർത്തികളായി 18ാം പടിയുടെ വലതുവശത്ത് പ്രതിഷ്ഠിതരാണ്. അമ്പലാചാരവും ആധ്യാത്മികതയും അങ്ങാടി മരുന്നോ പച്ചമരുന്നോ എന്നറിയാത്ത കമ്മ്യൂണിസ്റ്റുകളുടെയും സർക്കാരിന്റെയും വിഡ്ഢിത്തരമായാണ് ഇത് വിമർശിക്കപ്പെട്ടത്. കാവിനിറം കണ്ടാൽ സംഘപരിവാറാണെന്ന് ചുവപ്പ് കണ്ട കാളയെ പോലെ അലറി വിൽക്കുന്ന സഖാക്കൾ അവരുടെ ആഗോള അയ്യപ്പനെ കാവിയിൽ മുക്കിയതാണ് മറ്റൊരു വിമർശനം. മാത്രമല്ല, അയ്യപ്പന്റെ കറുത്ത ചിത്രത്തിന് ചുവട്ടിൽ കിടത്തിയിരിക്കുന്നത് അഴിച്ചുവെച്ച കാവിക്കൊടിയോ എന്നും പലരും ചോദിക്കുന്നു. ഇത് കൊടിയല്ല, മലയാണെന്ന് വ്യാഖ്യാനിച്ചാലും മല എങ്ങനെ കാവിയായി എന്ന് മറുചോദ്യം വരുന്നു. കരിമലയും നീലിമലയും അയ്യപ്പ ചരിത്രത്തിലുണ്ടെങ്കിലും കാവ്യമല വരച്ചതും വരപ്പിച്ചതും കഥയറിയാതെ ആട്ടം കാടുകയല്ല, ആട്ടം അവതരിപ്പിക്കുന്നത് പോലെയാണെന്ന് പരിഹാസമുയരുന്നു. ഇനിയുമുണ്ട്. ശബരിമലയിൽ മാർസിസ്റ്റ് ആചാര്യൻ കാൾ മാർക്സിന്റെ കമ്മ്യൂണിസ്റ്റ് പ്രതിഷ്ഠ നടത്താനാണ് ഈ ആഗോള സംഗമമെന്ന് സുവ്യക്തമാക്കുന്നതാണ് വിവരണമെന്നാണ് ആക്ഷേപം. തത്വമസി എന്ന മഹാമന്ത്രം എഴുതി അതിന് ചുവട്ടിൽ നൽകുന്ന വിശദീകരണം ഇങ്ങനെയാണ്: തത്വമസി, അത് നീയാകുന്നു. വ്രതവിശുദ്ധിയുടെ തീർത്ഥാടന കാലത്ത് സർവചരാചരങ്ങളും തുല്യരാണെന്ന പാഠമേകുന്ന ശബരിമല ലോകത്തിനാകെ മാതൃകയാണ്. അപരവൽക്കരണത്തിന്റെ വർത്തമാനകാലത്ത് മാനവികതയുടെ വേദി ഒരുക്കുക എന്നത് ആഗോള അയ്യപ്പ സംഗമത്തിന്റെ ഉദ്ദേശം. ഒപ്പം ശബരിമലയുടെ സമഗ്ര വികസനവും. 2025 സെപ്റ്റംബർ 20 പുണ്യവാഹിനിയായ പമ്പാ തീരത്ത് ലോകമെമ്പാടുമുള്ള അയ്യപ്പ ഭക്തന്മാർ സംഗമിക്കുന്ന ചടങ്ങിലേക്ക് അങ്ങനെയും ഞങ്ങൾ ആദരവോടെ ക്ഷണിക്കുന്നു എന്നാണ് ക്ഷണപത്രത്തിലെ കുറിപ്പ്. ശബരിമലയും അപരവൽക്കരണവും തമ്മിൽ എന്താണ് ബന്ധമെന്ന് ചോദിച്ചാൽ ചില പ്രത്യേകതരം ഇസ്ലാമിക സംഘടനകൾ അടുത്ത കുറെ കാലമായി സ്ഥാനത്തും അസ്ഥാനത്തും പ്രയോഗിക്കുന്ന വാക്ക് എന്നതാണ് ഒരു പ്രത്യേകത. അത്തരക്കാരെ തൃപ്തിപ്പെടുത്തുകയാണ് ഒരു ഉദ്ദേശം. എന്നാൽ ഇംഗ്ലീഷിൽ എലൈനേഷൻ എന്ന വാക്കിനുള്ള പരിഭാഷയാണിത്. മാർക്സിസ്റ്റ് ആചാര്യൻ കാൾ മാർക്സ് ആണ് ഇത് ആദ്യമായി താത്വിക വ്യാഖ്യാനത്തിന് പ്രയോഗിച്ചത്. മുതലാളിത്തത്തിന് കീഴിൽ വ്യാവസായിക തൊഴിലാളികൾ അവരുടെ അധ്വാനത്തിന്റെ ഉൽപ്പന്നങ്ങൾ, തൊഴിൽ പ്രക്രിയ, സ്വന്തം മനുഷ്യ സ്വഭാവം എന്നിവയിൽ നിന്ന് എങ്ങനെ അകന്നു പോകുന്നു എന്ന് വിവരിക്കാനാണ് കാൾ മാർക്സ് ഈ അപരവൽക്കരണം എന്ന വാക്ക് ഉപയോഗിച്ചത്. അത്തരത്തിലുള്ള തൊഴിലാളി വർഗത്തിന്റെ ഒറ്റപ്പെടലിന് സമാധാനം ശബരിമലയും അയ്യപ്പനുമാണെന്ന് സഖാക്കളും പിണറായി സർക്കാരും സമ്മതിക്കുകയാണെങ്കിൽ സ്വാഗതാർഹമാണെന്നും ചിലർ അഭിപ്രായപ്പെടുന്നു. എങ്കിൽ ആഗോള അയ്യപ്പ സംഗമത്തിന്റെ ഒടുവിൽ സ്വാമിയെ ശരണമയ്യപ്പ എന്ന ശരണമന്ത്രം മുഴക്കുകയും പമ്പയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് എത്തുമ്പോൾ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി പിരിച്ചുവിടുന്ന പ്രഖ്യാപനം നടത്തുകയും ചെയ്യണമെന്ന നിർദ്ദേശം വയ്ക്കുന്ന അയ്യപ്പ വിശ്വാസികളുമുണ്ട്.